വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കച്ചമുറുക്കി NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. നൂറനാൾ അച്ഛൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ സന്ദർശിച്ചു. വയനാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിത്വമായിരുന്നു ഫാദർ നൂറനാളെന്നും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വേറെ ആര് വിചാരിച്ചാലും ഇവിടെ വികസനം കൊണ്ടുവരാൻ കഴിയില്ല. വയനാട്ടിൽ ഇതുപോലുള്ള 10,000-കണക്കിന് കുടിലുകൾ അവർക്ക് ശരിയായ ഒരു റവറന്റ് ഫാദർ ജോസഫ് പി വർഗീസ് പാലപ്പള്ളിയിലിനോടും സഹവികാരി റവറന്റ് ഫാദർ നിബിൻ ജേക്കബ് പാട്ടുപാളയിലിനോടും സ്ഥാനാർത്ഥി സംസാരിച്ചു. അവധിക്കാല ക്ലാസ്സിനെത്തിയ വിദ്യാർത്ഥികളുമായി സുരേന്ദ്രൻ സംവദിച്ചു. ക്രിസ്ത്യൻ മേഖലകളിൽ സ്ഥാനാർത്ഥി സജീവമാണ്. രാഹുൽ ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താത്തത് മുസ്ലിം മതമൗലികവാദികളെ പേടിച്ചിട്ടാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലുള്ള രാമഭക്തർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോധ്യയിൽ മാത്രം പോകാത്തതെന്നാണ്. രാഹുൽ ഗാന്ധിയുടെ മതേതരത്വം വൺ സൈഡ് അല്ലെങ്കിൽ അദ്ദേഹം അയോധ്യയിലെ രാമക്ഷേത്രത്തിലും പോകുമെന്നും കൽപ്പറ്റയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അവസ്ഥ ആരും വരാനില്ല നമുക്കല്ലേ. പെൻഷൻ കിട്ടിയോ? കുറേയായി കിട്ടിട്ട് പിണറായി പെൻഷൻ തരുന്നില്ല. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും ഭയന്നാണ് രാഹുൽ അയോധ്യയിൽ പോകാത്തത്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏപ്രിൽ 26-ന് ശേഷം അദ്ദേഹം അയോധ്യയിൽ പോകുമായിരിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പരിഹസിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത് സന്തോഷമാണ്. D രാജയും രാഹുൽ ഗാന്ധിയും കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് ഇന്നത്തെ പത്രത്തിലുള്ളത്. ഡൽഹിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാകുന്നത്? വിചിത്രമായ മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. പരിഹാസ്യമാണ് ഈ നിലപാട്. ഇന്ത്യ സഖ്യത്തെ ഇത്തരം നിലപാടുകൾ അപ്രസക്തമാക്കും. ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയോട് ചില ചോദ്യങ്ങളുണ്ട്. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ദില്ലിയിൽ ഒരു നയവും കേരളത്തിൽ മറ്റൊരു നയവുമുള്ളത്? എന്തുകൊണ്ടാണ് ഒരു പട്ടികവർഗക്കാരി രാഷ്ട്രപതിയാകുന്നതിനെ രാഹുൽ ഗാന്ധി എതിർത്തത്? ദ്രൗപദി മുർമുവിനെ ഇപ്പോഴും താങ്കളുടെ പാർട്ടിക്കാർ പരിഹസിക്കുന്നത് എന്താണ്? പട്ടികവർഗക്കാർ 20% വരുന്ന മണ്ഡലത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് രാഷ്ട്രപതിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.